സ്വാമിജി, കുംഭമേളയെ പറ്റി, അതായത് എന്താണ് കുംഭമേള എന്നതിനെ പറ്റി ആളുകൾക്ക് വലിയ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുക്കുന്ന, അതിൽ വരുന്ന വിവിധ സമ്പ്രദായത്തിലുള്ള സന്യാസിമാരെ പറ്റി, അങ്ങനെയുള്ള ആളുകളെ പറ്റിയൊക്കെ ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ്. എന്താണ് അഘോരിമാർ, അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. അതിനൊപ്പം അത് പറയുന്നതിന് മുമ്പ് അങ്ങയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകുന്ന ആളുകൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്? നമ്മൾ പൊതുവിൽ ശങ്കരാചാര്യരാണ് ഈ ഭാരതത്തിൽ സന്യാസ സമ്പ്രദായത്തെ പുനഃസംഘടിപ്പിക്കുകയും അതെ. ഒരു പരമ്പര, ദശനാമി പരമ്പര, ഏറ്റവും ഇന്ന് പ്രധാനമായിട്ടുള്ള ദശനാമി പരമ്പരയ്ക്ക് സ്ഥാപനം ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ശങ്കരാചാര്യർ ഇതൊക്കെ സ്ഥാപിച്ച് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ തമാശ പറയാറ്, പിന്നൊരു മലയാളിയെ വഴിക്ക് പോയിട്ടില്ല. കാരണം സന്യാസിമാർക്ക് വേണ്ടിയിട്ടുള്ള, സന്യാസിമാരുടെ എന്തെങ്കിലും സേവ ചെയ്യുക, അല്ലെങ്കിൽ സന്യാസിമാരുടെ ആ ഒരു സംസ്കാരത്തിന് വേണ്ടിയിട്ട് അതിൽ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പാത പിന്തുടരുക. സന്യാസിമാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിന്നും പറയാനില്ല. പക്ഷേ ഈ കുംഭമേള പോലുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് പൊതുവിലുണ്ടാവുക ഭാരതത്തിൻ്റെ ഒരു ഭാഗമല്ല കേരളം എന്ന് തോന്നുന്ന രീതിയിലാണ്. അവിടെ കേരളത്തിൻ്റെ യാതൊരു റെപ്രസെൻറ്റേഷനും ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തിലേക്ക് എല്ലാ സ്റ്റേറ്റിലേക്കും UP ഗവൺമെൻറ് പ്രതിനിധികളെ വിട്ടു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലും വന്നു അവിടെ സൗകര്യം ചെയ്യാൻ. കേരളം മാത്രമാണ് ഔദ്യോഗികമായിട്ട് യാതൊരു പ്രതികരണവും നടത്താത്തത്, യാതൊരു കാര്യവും അവിടെ ചെയ്യാത്തത്. നമ്മൾ വിശ്വാസത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഒരു ടൂറിസം, ഒരു സാംസ്കാരികമായിട്ടുള്ള വിനിമയം, ഈ കാര്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആധ്യാത്മിക മേളയോടൊപ്പം തന്നെ ഭാരതം മുഴുവൻ വിദേശങ്ങളിൽ നിന്ന് എണ്ണമറ്റ ആളുകൾ ഇവർ ഒഴുകിയെത്തുന്ന ഒരു വലിയ സംഗമമാണ്. അവിടെ നമുക്ക് നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അങ്ങനെയുള്ള സംഗതിയോട് പോലും നമ്മൾ ഒഫീഷ്യലായിട്ട് പോലും നമ്മൾ സർക്കാർ, കേരളം മാത്രമാണ് അങ്ങനെ ഒരു പ്രതികരിക്കാതിരിക്കുന്ന ഒരു സംഗതിയിൽ. അതേസമയം മറ്റു പല തീർത്ഥാടനങ്ങളോടും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കേരളം ഇതിൻ്റെ ഒന്നും ഭാഗമല്ല. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യമില്ല. അപ്പോൾ അവിടെ കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വരുന്ന ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുക. സന്യാസിമാർക്ക് ഒരു സമഷ്ടി ഭണ്ഡാര എന്നുള്ള നിലയിൽ ഷാഹി സ്നാനം കഴിയുന്ന ദിവസങ്ങളിൽ 60 ലക്ഷത്തോളം സന്യാസിമാർ പല പരമ്പരകളിൽപ്പെട്ട് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും പല സ്ഥലങ്ങളിലായിട്ട് ഒരു വലിയ സംവിധാനമുണ്ട് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തൊക്കെ ആയിട്ട് അവർക്ക് ഭക്ഷണം, വസ്ത്രം, ദക്ഷിണ ഇത് ചേർന്നിട്ടുള്ള ഒരു വലിയ ആദരപൂർവ്വമുള്ളൊരു സമഷ്ടി ഭണ്ഡാര നടക്കും. അതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ, അത് രാജസ്ഥാനിൽ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള വലിയ കമ്പനികൾ, ക്ഷേത്ര സമിതികൾ, ഇവരെല്ലാവരും അവിടെ വന്ന് ചെയ്യും. ഒരു വലിയ ടെൻറ്റുകളും പന്തലുകളും ഒക്കെ കെട്ടി ചെയ്യും. അപ്പോൾ അതിലൊന്നും ഒരു തരത്തിലും പങ്കെടുക്കാത്ത ഒരു ഇതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇത്തവണ കേരളത്തിൻ്റെതായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് കുംഭമേളയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ മേള അതോറിറ്റി നമുക്കൊരു സ്ഥലം പ്രത്യേകമായിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ അതിൻ്റെ ടെൻറ്റ് നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ഒരുക്കുന്നത് ഒരു പൊതു സംവിധാനമാണ്. കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഡോർമെറ്ററി ഒക്കെ പോലുള്ള രീതിയിൽ പൊതുവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പൊതു സംവിധാനം കേരളത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള സംവിധാനങ്ങളൊന്നും അറിയാത്ത ആളുകൾക്ക് തങ്ങാവുന്ന ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു അന്നദാനം എല്ലാ ദിവസവും, അത് 42 കോടി വരുന്ന ആളുകളിൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്ന നമ്പർ ഒന്നുമല്ല. പക്ഷേ ഒരു 1000-2000 പേർക്കെങ്കിലും ദിവസവും അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ സന്യാസിമാർക്ക് ഒരു സമഷ്ടി ഭണ്ഡാരയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ, നമ്മളിപ്പോൾ അവിടെ ഏകദേശം ഒരു 1000 രൂപയാണ് ഒരു സാധുവിനുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരിക. അത് നമ്മൾ ഇവിടുത്തെ ഭക്തരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് അവർക്ക് ആ കേരളത്തിൻ്റെ ഭക്തരുടെ പേരിൽ അവിടെ ഒരു സമഷ്ടി ഭണ്ഡാര സന്യാസിമാരുടെ ഒരു കാര്യത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മേളയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു തുടങ്ങി വയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി. അപ്പോൾ നമ്മൾ മേളയുടെ ഒരു പ്രസാദമൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ അമൃത തീർത്ഥം, രുദ്രാക്ഷം, ഭസ്മം, അതൊക്കെ നമുക്ക് അവരെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ അതിനൊന്ന് ആളുകൾക്ക് ഒരു പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അപ്പോൾ ഇതിന് നമ്മൾ HRDS എന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന, പിന്നെ പൗർണമിക്കാവ്, അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ വൈദ്യരത്നം കോട്ടക്കൽ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ആയുർവേദ ചികിത്സാ സാധനങ്ങൾ സന്യാസിമാർക്കും അവർക്കും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ മേളയിൽ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മളുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആലോചനയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതിൽ താമസവും ഭക്ഷണവും പിന്നെ ഒരു ചെറിയ ചികിത്സാ സൗകര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ ആഘാടയും അതുപോലെ തന്നെ ആശ്രമവും അതിൻ്റെ ചെറിയൊരു വിശദീകരണം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്താൽ. അതായത് കുംഭമേള നടത്തുന്നത് 13 അഖാഡകൾ ചേർന്ന്, 13 അഖാഡകളാണ് പ്രധാനമായിട്ടും കുംഭമേളയുടെ മുൻപന്തിയിലുള്ളത്. അതിന് അഖാഡ പരിഷത്ത് എന്ന് പറയുന്ന, അഖില ഭാരതീയ അഖാഡ പരിഷത്ത് എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനമുണ്ട്.
അത് ആചാരപരമായിട്ടുള്ളതല്ല, ഇപ്പോഴത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ 13 അഖാഡകളിൽ 7 അഖാഡകൾ ദശനാമി പരമ്പരയനുസരിച്ച്, ശങ്കരാചാര്യരുടെ ദശനാമി പരമ്പരയനുസരിച്ച് അതിൽ 6 അഖാഡകൾ സന്യാസിമാരാണ്. അവരെയാണ് നാഗാ സാധുക്കൾ എന്ന് പറയുന്നത്. ഒരഖാഡ അഗ്നി അഖാഡ ബ്രഹ്മചാരിമാരാണ്. ബാക്കി പിന്നെ 3 അഖാഡകൾ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ടവരാണ്. അവരെ നമ്മൾ വൈരാഗികൾ എന്ന് പറയും. 3 അഖാഡകൾ സിഖ് പരമ്പരയുടെ ഒരു പശ്ചാത്തലമുള്ള സിഖ് ഗുരുവിൻ്റെ മകൻ സ്ഥാപിച്ച ഉദാസീനുകൾ എന്ന് പറയുന്ന 3 അഖാഡകൾ. അങ്ങനെ 13 അഖാഡകളാണുള്ളത്. ഇതിൽ സന്യാസി അഖാഡകളുടെ ശങ്കരദശനാമി പരമ്പരയിലുള്ള അഖാഡകളിലെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള അഖാഡയാണ് ശ്രീപഞ്ച് ദശനാം ജൂന ഭൈരവ് അഖാഡ എന്ന് പറയുന്ന നമ്മുടെ അഖാഡ. അഖാഡയുടെ ഒരു ഇത് സന്യാസത്തിൽ 2 പന്ഥാവാണ്. ഒന്ന് മഠങ്ങളിലൂടെയുള്ള സന്യാസം, 2 അഖാഡകളിലൂടെ. മഠങ്ങൾ ശാസ്ത്രധാരികളാണ്, ഒരു ജ്ഞാനപന്ഥികളാണ്. അഖാഡകൾ ശാസ്ത്രധാരികളാണ്, സാധനാപന്ഥികളാണ്. അപ്പോൾ ശങ്കരാചാര്യർ മഹാപ്രസ്ഥാനത്തിന് മുന്നോടിയായിട്ട് ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഉത്തരകാശിയിൽ വെച്ച് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ദീക്ഷ നൽകിയിട്ടാണ് അഖാഡയുടെ സ്ഥാപന ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യം. അപ്പോൾ ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്നാണ് പറയുക. ഭാല നമ്മുടെ ആയുധവുമാണ്, ദേവതയുമാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ട സമയത്ത് ഈ ഭാല കൊണ്ട് യുദ്ധം ചെയ്യുക, അല്ലാത്ത സമയത്ത് മാല കൊണ്ട് ജപസാധനങ്ങളിൽ ഏർപ്പെടുക. ധർമ്മപ്രചരണവും ധർമ്മ സംരക്ഷണവും, ഇതാണ് അഖാഡകളുടെ ധർമ്മം. അത് പലപ്പോഴും സന്യാസിമാർ ഒരു സ്വാത്വികന്മാരാണ്, അല്ലെങ്കിൽ അവർ എപ്പോഴും ജപിച്ചിരിക്കേണ്ട ആളുകളാണ് എന്നൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അങ്ങനെയാണ് പറയുക, സന്യാസിക്ക് എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കാൻ അർഹതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ അതല്ല. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആയുധമെടുക്കാനും സന്യാസിക്ക് കഴിയും, അല്ലേ? അത് ഒരു ഇത് തന്നെയുണ്ട്. അതായത് അഹിംസോ പരമോ ധർമ്മ എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ധർമ്മഹിംസ തഥൈവ ചേർന്നുണ്ട്. ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഹിംസയും പരമമായ ധർമ്മം തന്നെയാണ്. അതായത് അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ അതിനുകൂടി സജ്ജരായിട്ട്, അത് സന്യാസി ചെയ്യുന്നത് സന്യാസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോടുള്ള വിദ്വേഷം കൊണ്ടോ അല്ല, ആ ശരീരം കൊണ്ട് അദ്ദേഹം അത്രത്തോളം പാപകർമ്മങ്ങൾക്ക് ഇരയായി പോകുന്നല്ലോ എന്നുള്ളൊരു കാരുണ്യം കൊണ്ട് കൂടിയാണ് ആ ശരീര പ്രാരബ്ധത്തിൽ നിന്ന് ആ പ്രാണനെ മോചിപ്പിക്കുന്നത്. കാരണം അങ്ങനെ വരുന്ന ഇപ്പോൾ ഔറംഗസീബിൻ്റെ കാലത്ത് അല്ലെങ്കിൽ മുഗൾ ഭരണകാലത്ത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാം, ആക്രമണമേൽക്കാത്ത ഒരു ക്ഷേത്രം പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത് ഇപ്പോൾ ഏത് സംസ്കൃതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും എല്ലോറയിലും അജന്തയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമസ്കരിക്കുക ചെയ്യുക. വിശ്വാസം വേറെ വിശ്വാസമായിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയല്ലോ എന്നുള്ള ഇതിൽ നമസ്കരിക്കുക ചെയ്യും. അവിടെ മാസങ്ങളോളം നിന്ന് അവിടെ എല്ലാ വിഗ്രഹങ്ങളും തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിക്കുക ചെയ്തു. അപ്പം ഇത് പകുതി പൊട്ടിച്ച് അവിടെ വെച്ചിട്ട് പോവുകയാണ്. കാലാകാലം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവമായിരിക്കും, ക്രൂരതയാണ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ സന്യാസിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഉത്തരകാശിയിലാണ് അഖാഡയുടെ സ്ഥാപനം ചെയ്യുന്നത്. നമുക്ക് ദേവതയായിട്ട് ശങ്കരാചാര്യർ, ഞങ്ങൾ എല്ലാവരും ദേവതകളുടെ ശിഷ്യന്മാരാണ്. നേരിട്ടൊരു ആചാര്യനുണ്ട്, ഗുരുവുണ്ട്. പക്ഷെ ഞങ്ങൾ ജൂനാഖാഡയുടെ ദേവത ഭഗവാൻ ഗുരു ദത്താത്രേയനാണ്. ദത്താത്രേയൻ്റെ ശിഷ്യന്മാരാണ്. അപ്പം ദത്താത്രേയൻ ചരണപാതുകമായ ഗിർനാറിലെ ജൂനാഗഡിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. അവിടെ നിന്ന് കാശി രാജാവ് കാശിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് കാശി ഞങ്ങളുടെ ആസ്ഥാനമായി മാറിയത്. അത് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിക്കുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ ഏകദേശം ആദ്യത്തെ ആക്രമണം കഴിഞ്ഞിട്ട് വന്ന യുദ്ധങ്ങളിൽ 100,000-ഓളം നാഗസാധുക്കളാണ് കൊല്ലപ്പെട്ടത്. പിന്നെ അങ്ങനെ പല സമയത്തും വൃന്ദാവനിൽ, അയോധ്യയിൽ ഒക്കെ അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇപ്പോൾ മൗണ്ട് അബൂലെ ഗുരുശിഖറിൽ അതിനു വേണ്ടിയിട്ട്, പിന്നെ സന്യാസി മോണി സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്യാസി കലാപം, പിന്നെ അവസാനം ചൈന വാറിൽ തന്നെ ഹിമാലയത്തിലുള്ള സന്യാസിമാരുടെ ഒരു ഇൻവോൾവ്മെന്റ് ആ യുദ്ധത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ സംസ്കാരത്തെ, നമ്മളുടെ ദേശത്തെ, നമ്മളുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഈ
അഖാഡകളിലെ സന്യാസിമാരുടെ ഒരു ധർമ്മമായിട്ട്. ഞാനിപ്പോൾ അങ്ങ് അവസാനം പറഞ്ഞു നിർത്തിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഹിമാലയത്തിലെ സന്യാസിമാർ ഇപ്പം ചൈന വാറിൻ്റെ ഒക്കെ സമയത്ത് ഹിമാലയത്തിലെ ആ താപസന്മാരായിട്ടുള്ള ആ പുണ്യാത്മാക്കളുടെ ഫലത്തിൽ പലപ്പോഴും പല രാജ്യങ്ങളും അല്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ പല രാജ്യങ്ങളും തോറ്റോടിയിട്ടുണ്ട് എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു ഇടപെടൽ അവിടെ നിന്ന് ആത്മീയ ഭൂമിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഹിമാലയത്തിലെ മഹാതാപസരായിട്ടുള്ള വലിയ ശക്തിയേറിയ അല്ലെങ്കിൽ എന്താ പറയുക യോഗികളായിട്ടുള്ള സന്യാസിമാരും അതിനൊപ്പം തന്നെ ഈ കാശിയിലൊക്കെയുള്ള നാഗസന്യാസിമാരും ഒപ്പം അഘോരിമാരൊക്കെ വരും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സന്യാസികളെ കുറിച്ച് അറിയാൻ ഭയങ്കര താല്പര്യമാണ് നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ ഈ അഘോരികൾ അതുപോലെ തന്നെ മഹായോഗിമാർ ഹിമാലയത്തിലെ സന്യാസികൾ ഇതൊക്കെ ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഭാരതത്തിൽ പരിവ്രജനം ചെയ്യുന്ന ഏത് സാധുക്കൾക്കും ഏത് സാധകനും അനുഭവത്തിനാണ് ഒരു പഞ്ഞമില്ല. ധാരാളമുണ്ട്. അത് ധാരാളമുണ്ട്. പിന്നെ നമ്മുടെ ഒരു പരിശീലനത്തിൻ്റെ അഖാഡകളുടെയൊക്കെ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഹിമാലയത്തിലും നർമ്മദ തടത്തിലും വനത്തിലുമൊക്കെ അതിൻ്റെ സാധന ചെയ്യുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ നമുക്ക് ഈ പൊതുവിൽ ആളുകൾക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണയുള്ളൊരു വാക്കാണ് അഘോരി എന്ന് പറയുന്നത്. ഒന്ന്, സാധനാബന്ധ് പൊതുവിൽ സന്യാസിമാരുടേതല്ല, ഗൃഹസ്ഥരുടേതാണ്. സന്യാസി പരിവ്രജനം ചെയ്ത് വിരജാഹവനം ചെയ്ത് സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ പിന്നെ ദേവതയേ ഇല്ല. ഗൃഹസ്ഥൻ സൂക്ഷിക്കേണ്ട പഞ്ചാഗ്നികളെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അഗ്നിയായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായിട്ട് പറഞ്ഞാൽ പിന്നെ വിളക്കൊളുത്ത പോലും സന്യാസിക്ക് ഇതില്ല. പിന്നെ കർമ്മരംഗത്ത് ലോകത്തിന് വ്യവഹരിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിൽ ഒരു ദേവതാബന്ധം സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതോടുകൂടി അത് പൂർണ്ണമാകും. പക്ഷെ അഖാഡകളെ സംബന്ധിച്ചിടത്തോളം അഖാഡകൾക്ക് ഈ യുദ്ധം എന്ന് പറയുന്ന ധർമ്മസംരക്ഷണം, ധർമ്മപ്രചരണം എന്ന് പറയുന്ന കർമ്മമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ദേവതാബന്ധം അഖാഡകൾ തുടരുന്നുണ്ട്. ഈ അഘോരി എന്ന് പറയുന്നത് ശിവൻ്റെ 5 ഭാവങ്ങൾ, സദ്യോജാതം, വാമദേവം, അഘോരം എന്നൊക്കെ പറയുന്ന 5 ഭാവങ്ങളിൽ അഘോരഭാവത്തെ ഉപാസിക്കുന്നവരെല്ലാം അഘോരികളാണ്. അങ്ങനെയാണ്. ഈ അഘോരികളിൽ ഓരോ സാധനയിലും ഭിന്നമായിട്ടുള്ള പന്ഥുകളുണ്ട്. അതായത് വീട്ടിനകത്ത് വെച്ച് ചെയ്യുന്ന സാധനയുണ്ട്, ക്ഷേത്രത്തിനകത്ത് വെച്ച് ചെയ്യുന്ന സാധനയുണ്ട്, ശ്മശാനത്തിൽ ചെയ്യുന്ന സാധനയുണ്ട്, നദീതീരത്ത് ചെയ്യുന്നത്, കാട്ടിൽ ചെയ്യുന്നത്, അങ്ങനെ പലതരത്തിൽ നമ്മളുടെ വാസനാഭേദവും ആചാര്യൻ്റെ പരമ്പരാഭേദവും ഒക്കെ അനുസരിച്ചിട്ട് സാധനങ്ങളുണ്ട്. അപ്പോൾ വളരെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നേദ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും കാര്യങ്ങളും പുഷ്പങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാമാന്യമായ ആളുകൾക്ക് പരിചയമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിനകത്തോ ക്ഷേത്രത്തിനകത്തോ ഒക്കെ ഇരുന്ന് അഘോരഭാവത്തെ ഉപാസിക്കുന്നവർ അഘോരികൾ തന്നെയാണ്. ആ ശിവ സാധനയിലും ശക്തി സാധനയിലും ദേവിയുടെ ഇപ്പോൾ ധൂമാവതി, താര, കാളി അങ്ങനെയുള്ള ദേവി ഭാഗത്തും ഇപ്പോൾ ശിവൻ്റെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അഘോരം മാത്രമല്ല രുദ്രൻ, ശങ്കരൻ, നമ്മുടെ ഭൈരവൻ ഇങ്ങനെയൊക്കെയുള്ള പല ഭാവങ്ങളിലും, ദേവിയിൽ നേരത്തെ പറഞ്ഞ ഭാവങ്ങളിലും, വൈഷ്ണവത്തിലെ നരസിംഹത്തിൻ്റെ ചില ഭാവങ്ങളിലുമൊക്കെ ശ്മശാന സാധനയുണ്ട്. അപ്പോൾ ശ്മശാനത്തിലായിരുന്നിട്ടാണ് അതിൻ്റെ ജപസാധനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്നുള്ളൊരു സംഗതി. അപ്പോൾ അവർ ഇപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ അഘോരികൾ എന്ന് കാണുന്ന ആളുകൾ അഘോരിയെ ആയിരിക്കില്ല, ദേവി ഉപാസകനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഭൈരവ ഉപാസകനായിരിക്കാം. അപ്പോൾ അത് ആളുകൾ ആ ഒരു എങ്ങനെയോ എവിടെ നിന്നോ വന്ന ഒരു തെറ്റിദ്ധാരണ സൂചകമായ പദമാണ്. ഇനി നമുക്കിപ്പോൾ ഉജ്ജയിനിൽ ഒരു അഘോര സാധന ചെയ്യുന്ന ഒരാൾ ഓട്ടോ ഡ്രൈവറാണ്. സാധാരണഗതിയിൽ ഓട്ടോ ഓടിച്ച് നമുക്കൊരു വ്യത്യാസം തോന്നില്ല. അല്ലെങ്കിൽ ബസ്സിൽ ഓടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ള ആളുകൾ, അഭിഭാഷകരായിട്ടുള്ള ആളുകൾ ഒക്കെ അഘോര സാധന ചെയ്യുന്ന അഘോരികൾ എന്ന് പറയുന്ന അഘോര സാധന ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എപ്പോഴും ചിത്രങ്ങൾ കാണുന്നതും പറയുന്നതും ഒക്കെ ഞങ്ങൾ നാഗസന്യാസിമാരെ കുറിച്ചിട്ടാണ്. അഖാഡയിലെ സന്യാസിമാരാണ് നാഗാസാധുക്കൾ. കാരണം അവർ ഞങ്ങളുടെ സാധാരണഗതിയിൽ ദീക്ഷ കഴിഞ്ഞിട്ടുള്ള ദീക്ഷാ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വിരജാഹവനം കഴിഞ്ഞ് നമ്മൾ വസ്ത്രം അടക്കം, അതായത് നമ്മൾ ഇന്നിവിടെ ജാതിയുടെ ഒരു ചിഹ്നമായിട്ടാണ് പലരും യജ്ഞോപവീതത്തെ പൂണൂലിനെ കാണുക. ശരിക്കും എല്ലാ വർണ്ണങ്ങളിലും പെട്ട ആളുകൾ ലോകബന്ധത്തിന് വേണ്ടി ധരിക്കേണ്ട ഒന്നാണ് യജ്ഞോപവീതം കുടുംബം. നമ്മുടെ പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവിടെയുള്ള ആശാരിമാരും മൂശാരിമാരും എല്ലാവരും യജ്ഞോപവീതം കുടുംബിയൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അത് പല കാരണങ്ങൾ കൊണ്ട് ലോപിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് മുണ്ടനം ചെയ്ത്, അപ്പോൾ മാത്രമേ മുണ്ടനം ചെയ്യുള്ളൂ. സന്യാസ സ്വീകരണത്തിന് മാത്രമേ പൂർണ്ണമായിട്ടും മുണ്ടനം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ശിഖ നിർത്തിയിട്ടേ അത് ചെയ്യുള്ളൂ.
പൂർണ്ണമായിട്ടും മുണ്ടനം ചെയ്ത് യജ്ഞോപവീതവും ഉപേക്ഷിച്ച് എല്ലാ വസ്ത്രവും നദിയിൽ ഒഴുക്കിയിട്ടാണ് കയറി വരിക. ആ സമയത്ത് ഗുരു ഇനി ലോകത്തിൽ വ്യവഹരിക്കുന്ന എന്തായാലും അങ്ങ് ധർമ്മത്തിന് വേണ്ടി ഇത് ചെയ്തു, അപ്പോൾ ലോകത്തിനു കൂടി ആ ഒരു ഇത് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വസ്ത്രം കൊടുക്കുന്നു. ലോകത്തിന് വേണ്ടി കൊടുക്കുന്ന വസ്ത്രമാണ്, സന്യാസിക്ക് വേണ്ടിയിട്ടല്ല. അപ്പം നമ്മുടെ നാഗ ട്രഡീഷനിൽ അഖാഡകളുടെ ഇതിൽ ആ ഒരു ഇതല്ല, നമ്മൾ ആ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സ്നാനത്തിന് പോകുമ്പോൾ, ഈ രാജകീയ സ്നാനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ അഖാഡകളുടെ ചടങ്ങുകളിൽ ഭസ്മധാരികളായിട്ട് ദിഗംബരന്മാരായിട്ടാണ് ഈ പദാധികാരികളല്ലാത്ത ഇതിൻ്റെ ചുമതലകളൊന്നും ഇല്ലാത്ത ആളുകൾ പോവുക. അപ്പോൾ ആ ചിത്രം എടുത്തിട്ടാണ് അത് അഘോരി, ഇതാണ് അഘോരി എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത്. അതാണ് തെറ്റിദ്ധാരണ, അതൊരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ അഘോര സാധന ചെയ്യുന്ന ആളുകൾ ആ രൂപത്തിൽ ഭസ്മധാരികളായിട്ട് ശ്മശാനത്തിൽ ഉണ്ടാവാം. കാണുന്ന എല്ലാവരും അഘോരികളായിരിക്കണമെന്നില്ല, ആയിരിക്കണമെന്നില്ല. അഘോരി എന്ന് പറയുന്ന അഘോരികളായിട്ടുള്ളവർ സ്കൂൾ മാഷായിട്ടും കോളേജ് മാഷായിട്ടും അഭിഭാഷകനായിട്ടും ഡോക്ടറായിട്ടും ഒക്കെ ഉണ്ടാവാം. അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു പന്താവില്ല, ക്ഷേത്രത്തിൽ വെച്ചിട്ടോ ഗൃഹത്തിൽ വെച്ചിട്ടോ അങ്ങനെയുള്ള രീതിയിലായിരിക്കാം. അവരെല്ലാവരുടെ മുമ്പിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. അല്ല, ആരും ആരുടെ മുമ്പിലും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾ അവിടെ കാണുന്നു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിലിരിക്കുന്നു, അദ്ദേഹം ഞാൻ അഘോരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രൊപ്പഗാൻഡ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആരും ആരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നൊന്നുമില്ല. അപ്പം സാധന പന്തിൽ എല്ലാ തരത്തിലുള്ള മാർഗങ്ങളുണ്ട്. അപ്പം അതിൽ ശ്മശാന സാധന ഒരു മാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകളിൽ നമ്മൾ ശ്മശാനത്തിൽ കാണാം. അവർ ചിതാഭസ്മമാണ് ഭസ്മമായിട്ട് ധരിക്കുക. ചിലപ്പോൾ അവരുടെ കയ്യിൽ കപാലം, തലയോട്ടി ഉണ്ടാവാം. അതായത് ഭൈരവന്റെ സങ്കല്പം, അതായത് മഹാദേവന്റെ സങ്കല്പം, കപാലം ഭിക്ഷാപാത്രമായിട്ടുള്ള ഒരു സങ്കല്പമാണുള്ളത്. അതിൻ്റെ പ്രതീകമായിട്ട് അതുണ്ടാവാം. ഇത്രയുമാണ് അങ്ങനെ സാധന ചെയ്യുന്ന ആളുകളിലുള്ളത്. ഞാൻ ദേവതാബന്ധം വിടാത്ത നാഗാസാധുക്കളിലും ശ്മശാന സാധന ചെയ്യുന്ന ആളുകളുണ്ട്. ഇതാണ് ആ ഒരു മേഖലയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ അഘോരികൾ എന്താണ്, നാഗസന്യാസിമാർ എന്താണെന്നൊക്കെയുള്ള വലിയ സംശയം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലതും തെറ്റിദ്ധാരണയാണ്, എന്നാൽ നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യമെന്നും എന്നാൽ ചിലത് നമ്മൾ കാണുന്നിടത്ത് തന്നെ സത്യമുണ്ടാകുമെന്നും അങ്ങയുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കുംഭമേളയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ആശ്രമത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി.